Hi friends, Aptix Academyയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ KTET കാറ്റഗറി 3യുടെ prominent thinkers and psychologists എന്നുള്ള ഭാഗമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ രണ്ട് thinkers-നെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങളുമാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് BF സ്കിന്നറിനെ കുറിച്ച്. 1904 1990 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന BF സ്കിന്നറിനെ കുറിച്ചുള്ള ഓപ്പറന്റ് കണ്ടീഷനിങ്ങിലെ BF സ്കിന്നറിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇതിൽ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അത് ചോദിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ടും കൂടിയാണ് ഞാൻ അത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പിന്നെ അതൊന്ന് നിങ്ങൾ കുറിച്ചു വെക്കുക. എന്നാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയുന്ന സമയത്ത് അത് നോട്ട് ചെയ്ത് ബൈഹാർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഓർമ്മയിൽ നിലനിർത്തുന്ന രീതിയിലോ ചെയ്യുക. ഓക്കെ, നമുക്ക് BF സ്കിന്നറിന്റെ പോയിന്റ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. പിന്നെ ഇത് ഓപ്പറന്റ് കണ്ടീഷനിങ്ങിന്റെ പിന്നെ പ്രൊപ്പോണ്ടർ അല്ലെങ്കിൽ പൈനിയർ എന്ന രീതിയിലാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ആരെ? BF സ്കിന്നറിനെ ഓപ്പറന്റ് കണ്ടീഷനിങ്ങിലെ പൈനിയർ ആണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ഓപ്പറന്റ് കണ്ടീഷനിങ് കേട്ടോ, പ്രവർത്തനാനുബന്ധനം എന്നുള്ളതാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ഓപ്പറന്റ് കണ്ടീഷനിങ് is a process of learning whereby a response is strengthened or weakened through reinforcement. റീഇൻഫോഴ്സ്മെന്റിനാൽ സ്ട്രെങ്തൻ ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ വീക്കൻഡ് ആക്കുകയോ അല്ലെങ്കിൽ പിന്നെ അതിന്റെ ബലം കുറയ്ക്കുകയോ അല്ലെങ്കിൽ ബലം കൂട്ടുകയോ ചെയ്യുന്ന, റീഇൻഫോഴ്സ്മെന്റിനാൽ ബലം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്ന ആ കാര്യത്തെയാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത് ഓപ്പറന്റ് കണ്ടീഷനിങ്. ആ റെസ്പോൺസിന്റെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കുകയോ അല്ലെങ്കിൽ റെസ്പോൺസിനെ വീക്കൻഡ് ആക്കുകയോ ചെയ്യുക. ഓക്കെ, അതിന്റെ ബലം കുറയ്ക്കുകയോ ബലം കൂട്ടുകയോ ചെയ്യുന്ന ആ ഒരു തരത്തിലുള്ളതിനെയാണ് എന്ന് പറയുന്നത് പിന്നെ ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്. എ റെസ്പോൺസ് ഈസ് സ്ട്രെങ്തൻഡ് ഓർ വീക്കൻഡ് ത്രൂ റീഇൻഫോഴ്സ്മെന്റ്. റീഇൻഫോഴ്സ്മെന്റിനാൽ എന്ത് ചെയ്യുന്നു? പിന്നെ റീഇൻഫോഴ്സ്മെന്റിലൂടെ എന്ത് ചെയ്യുന്നു? അത് ബലപ്പെടുത്തുകയോ അല്ലെങ്കിൽ ബലം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. റെസ്പോൺസിനെ ബലപ്പെടുത്തുകയോ അല്ലെങ്കിൽ റെസ്പോൺസിനെ ബലം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് പിന്നെ അതിന്റെ എക്സ്പെരിമെന്റിലേക്കൊക്കെ നമ്മൾ നോക്കുമ്പോൾ അത് ഒന്നും കൂടി ക്ലിയർ ആവും. എക്സ്പെരിമെന്റ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. എന്നിരുന്നാൽ കൂടിയും നമുക്ക് ആ കാര്യത്തിലേക്ക് എത്തുമ്പോൾ നോക്കാം. റീഇൻഫോഴ്സ്മെന്റ് ഈസ് ദ കീ ടു ഓപ്പറന്റ് കണ്ടീഷനിങ്. പിന്നെ ഇതിന്റെ കീ ആയിട്ട് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ ഇതിന്റെ താക്കോലായിട്ട് അറിയപ്പെടുന്നത് റീഇൻഫോഴ്സ്മെന്റ് ആണ്. ഓക്കെ, reinforcement is the key to operant conditioning. Then the response that occur in the learners are not just reflection actions. It is a continuation of earlier stimulus എന്നുള്ളതാണ്. അതായത് continuation of earlier stimulus ആണ്. അത് ഒരു പ്രവൃത്തി ചെയ്യുന്നതിന്റെ തുടർച്ചയായിട്ട് വരുന്നതാണ്. അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തിയിലേക്ക് എത്തുന്നതിന്റെ തൊട്ടു മുമ്പ് അതുമായി ബന്ധപ്പെട്ട എന്താണോ അറിവുണ്ടായിട്ടുള്ളത് അതിനെയാണ് ഇതിൽ കേന്ദ്രീകരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ കണ്ടിന്യൂഷൻ ഓഫ് ഏർലിയർ സ്റ്റിമുലസ് എന്നുള്ളതാണ്. ഏർലിയർ സ്റ്റിമുലേ, ഓക്കെ, ഒരു സ്റ്റിമുലയുടെ മുൻപുള്ള അറിവിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത് പിന്നീടുള്ള പ്രവർത്തനം വരുന്നത് എന്നുള്ളതാണ് ഓപ്പറന്റ് കണ്ടീഷനിങ്ങിൽ പറയുന്നത്. ഓക്കെ, in operant conditioning there take place an association between a response and its resultant consequences. Association between response and resultant consequences. എങ്ങനെ resultant consequence എന്ന് പറഞ്ഞാൽ if the resultant consequences is desirable such behavior will repeat. അതായത് പിന്നെ if not will not repeat. അതായത് ഇതിന്റെ റിസൾട്ട്, അതായത് നമ്മൾ പ്രവർത്തിക്കുന്നതിന്റെ റിസൾട്ട് നമുക്ക് അനുയോജ്യമായിട്ടുള്ളതാണെങ്കിൽ അതെന്ത് ചെയ്യും? അത് റിപ്പീറ്റ് ചെയ്യപ്പെടും. നമ്മൾ മുൻപത്തെ തിയറിയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ അത് റിപ്പീറ്റ് ചെയ്യപ്പെടും. എന്നാൽ അത് ഡിസൈറബിൾ അല്ലെങ്കിൽ അതെന്ത് റിപ്പീറ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. ഓക്കെ, ഉദാഹരണത്തിന് നമ്മളിവിടെ എക്സ്പെരിമെന്റ്, ഇദ്ദേഹത്തിന്റെ ഓപ്പറന്റ് കണ്ടീഷനിങ്ങിൽ BF സ്കിന്നറുടെ എക്സ്പെരിമെന്റ് ആയിട്ട് പറയുന്നത് ഓപ്പറേഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളതാണ്, പ്രവർത്തനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഒരു ഭക്ഷണം എലിയെ കൂട്ടിലടക്കുകയും അതിനുശേഷം ഒരു ലിവർ, അവിടെ ഒരു ലിവർ ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കുകയും ആ ലിവറിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അപ്പോൾ എലി കൂട്ടിലോട് ഓടിപ്പാഞ്ഞ് നടക്കുന്നതിനിടയിൽ ആക്സിഡന്റലി എന്ത് ചെയ്യുന്നു? ആ ലിവറിൽ അറിയാതെ തട്ടുന്നു. അപ്പോൾ ഭക്ഷണം ലഭിക്കുന്നു, അത് കഴിക്കുന്നു. പിന്നെ ആ ആക്സിഡന്റലി എന്നുള്ളത് കോൺഷ്യസ്ലി എന്നുള്ളതിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, ട്രാൻസ്ഫോം ചെയ്യുന്നു. പിന്നീട് അതെന്ത് ചെയ്യുന്നു? നേരെ ലിവറിലേക്ക് പോയി തട്ടുകയും ഭക്ഷണം സമ്പാദിച്ച് കഴിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഭക്ഷണം അവിടെ റീഇൻഫോഴ്സ്മെന്റ് എന്നുള്ളതും പിന്നെ പ്രവർത്തനം എന്നുള്ളത് ലിവറിൽ തട്ടുക എന്നുള്ളതുമാണ്. അപ്പോൾ ഈ ലിവറിൽ തട്ടുന്ന ഈ പ്രവർത്തനത്തിനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? BF സ്കിന്നർ പിന്നെ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഓപ്പറന്റ് എന്നുള്ളത് പ്രവർത്തനാനുബന്ധനം എന്നുള്ളത് കൊണ്ട് ഈ BF സ്കിന്നർ അവിടെ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ റെസ്പോൺസ് എന്താണ്
സ്റ്റിമുലസ് റെസ്പോൺസ് എന്നുള്ള റിലേഷൻ ഇദ്ദേഹത്തിന്റെ ഇതിൽ എന്തായി മാറുന്നുണ്ട്? റെസ്പോൺസ് സ്റ്റിമുലസ് എന്നുള്ളതിലേക്ക് മാറുന്നു. നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ ചെയ്യുന്നതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, റെസ്പോൺസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അപ്പോൾ ആക്ടിവിറ്റീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. റെസ്പോൺസ് സ്റ്റിമുലസ് എന്നുള്ളതിലേക്കാണ് ഇദ്ദേഹത്തിന്റെ ടൈപ്പ് എന്നുള്ളതാണ്. മറ്റേത് എസ് ടൈപ്പ് എന്നുള്ളതാണ്. സ്റ്റിമുലസ് പിന്നെ കണ്ടീഷനിങ് എന്നുള്ളതാണ്. ഇവിടെ റെസ്പോൺസ് കണ്ടീഷനിങ് എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ തിയറി പ്രകാരം പറയുന്നത്. ഓക്കെ, if the resultant consequences is desirable, such behavior will repeat. If not, will not repeat എന്നുള്ളതാണ്. Learning is the difference between the possibility of responses. Possibilities of responses. അതിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്? ലേണിംഗ് നടക്കുന്നത്. റെസ്പോൺസ് ഉണ്ടാവാൻ സാധ്യതയുള്ളതിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്? പഠനം നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു റെസ്പോൺസും ഇല്ലെങ്കിൽ അതിനെന്ത് ചെയ്യുന്നില്ല? പഠനം നടക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. Learner's behavior is shaped and retained by its consequences. എന്താണോ ഒരു പ്രവർത്തനം നടക്കുന്നത് അതിന് പിന്നെ സമമായിട്ട് എന്താണോ കോൺസിക്വൻസ് നടക്കുന്നത്, അല്ലെങ്കിൽ എന്താണോ പ്രവർത്തനം നടക്കുന്നത് അതിന് ഓപ്പോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ റെസ്പോണ്ട് വരുന്നത്, അതിനനുസരിച്ചാണ് ആ ഒരു വ്യക്തിയുടെ ബിഹേവിയർ ഷേപ്പ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഒരാളെ ചൂടാകുന്ന സമയത്ത് തിരിച്ചും ഇങ്ങോട്ട് ചൂടാകുമ്പോൾ അതിനനുസരിച്ച് ബിഹേവിയർ ചേഞ്ച് ചെയ്ത് വരുന്നു എന്നുള്ളതാണ്. എന്നാലോ ഈ ചൂടായി കഴിഞ്ഞ് ഉടനെ തന്നെ റെസ്പോണ്ട് ചെയ്യുന്നില്ല എങ്കിൽ അതെന്ത് ചെയ്യുന്നു? ആ വ്യക്തിയുടെ ഒരു കോപം മറ്റു കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി താഴോട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനെ കോൺസിക്വൻസസ് എന്നുള്ളതാണ്. ലേണേഴ്സ് ബിഹേവിയർ ഈസ് ഷേപ്ഡ് ആൻഡ് റീറ്റൈൻഡ് ബൈ ഇറ്റ്സ് കോൺസിക്വൻസസ്. Then operand is a set of some acts that constitute some action of an organism. Operand is a set of some acts that constitutes some action of an organism. ഒരു ജീവിയുടെ പിന്നെ പ്രവൃത്തി എന്ന് പറയുന്നത്, ഇതിനിവിടെ പ്രവൃത്തി എന്ന് തന്നെയാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഒരു സെറ്റ് ഓഫ് ആക്ഷൻസ് അല്ലെങ്കിൽ ഒരു കൂട്ടം ആക്ഷൻസ് കൂടി ചേർന്നിട്ട് ഉണ്ടാകുന്ന പ്രവൃത്തിയോ അല്ലെങ്കിൽ ബിഹേവിയറിനെയാണെന്ന് പറയുന്നത് ഓപ്പറന്റ് എന്ന് പറയുന്നത്. പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ലേണിംഗ് ഈസ് സെഡ് ടു ബി ആസ് പ്രോഗ്രസീവ് ബിഹേവിയർ അഡാപ്ഷൻ. പ്രോഗ്രസീവ് ബിഹേവിയർ അഡാപ്ഷൻ. ലേണിംഗ് ഈസ് സെഡ് ടു ബി ആസ് പ്രോഗ്രസീവ് ബിഹേവിയർ അഡാപ്ഷൻ. ഒരു പ്രവൃത്തി കഴിഞ്ഞു, അടുത്ത പ്രവൃത്തി അതങ്ങനെ കൂടി അതിൽ നിന്ന് മാറ്റങ്ങൾ എന്താണോ വേണ്ടി എന്നുള്ളത് മനനം ചെയ്തെടുത്ത് അങ്ങനെ ഉയർന്നു പോകുന്ന, അഡാപ്റ്റ് ചെയ്ത് ഉയർന്നു പോകുന്ന ആ ഒരു ഇതിനെയാണെന്ന് പറയുന്നത് പിന്നെ പ്രോഗ്രസീവ് ബിഹേവിയർ അഡാപ്ഷൻ എന്ന് പറയുന്നത്. ഈ എക്സ്പെരിമെന്റൽ തിയറി പ്രകാരം പറയുന്ന കാര്യം എന്താണ്? ആദ്യം പിന്നെ ഒരു ആക്സിഡന്റലി ആണ് സംഭവിക്കുന്നത്, പിന്നീട് അതിന്റെ ആക്സിഡൻസ് എന്നുള്ള സംഭവം മാറി കുറച്ചും കൂടി കോൺഷ്യസ്ലി എന്നുള്ളതിലേക്ക് പോകുന്നു, പിന്നീട് അത് ഡയറക്റ്റ് അറിവോടുകൂടി അത് ചെയ്യുന്നു അല്ലെ. ആ എലി അറിവോടുകൂടി പിന്നെ കോഗ്നിഷനോട് കൂടി ആ എലി ലിവറിൽ പോയി തട്ടി സമ്പാദിക്കുന്നു. അപ്പോൾ എന്താണ്? ആ പ്രോഗ്രസീവ് അഡാപ്ഷൻ ആണ്, പ്രോഗ്രസീവ് ബിഹേവിയർ അഡാപ്ഷൻ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. there is a free will in every learner എന്നുള്ളതാണ്. ഫ്രീ വിൽ ഇൻ എവരി ലേണർ. പിന്നെ ഇച്ഛാ സ്വാതന്ത്ര്യമുണ്ട്. എന്താണ് ഇച്ഛാ സ്വാതന്ത്ര്യം? പിന്നെ എന്ത് പഠിക്കണം എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഒരു സ്വാതന്ത്ര്യം അവിടെ ലഭിക്കുന്നു, ഇച്ഛാ സ്വാതന്ത്ര്യം. Okay, all overt behavior of a learner is a continuation of earlier response. All overt behavior of a learner is a continuation of earlier response. Overt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ outer behavior, internal external behavior. When the probability and frequency of a desirable behavior is repeated and reinforced, learning take place എന്നുള്ളതാണ്. When the probability and frequency of a desirable behavior is repeated and reinforced. When the probability and frequency of a desirable behavior is repeated and reinforced, learning take place. നമ്മൾ മുൻപ് പറഞ്ഞ കാര്യം തന്നെയാണ്. ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ് പിന്നെ ഉണ്ടാവുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു റെസ്പോൺസ് ആണ്, അല്ലെങ്കിൽ ഒരു പിന്നെ പ്രോബബിലിറ്റി അല്ലെങ്കിൽ ഒരു സാധ്യതയാണ് അതിൽ നിന്ന് റെസ്പോണ്ട് ഉണ്ടാവാൻ സാധ്യത എങ്കിൽ ഓക്കെ അതെന്ത് ചെയ്യുന്നു? ആ പ്രവൃത്തി ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ, ഒരാളെ പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ക്യാഷ് കിട്ടും എന്നുള്ള ഒരു പ്രോബബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു സാധ്യത നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ വീണ്ടും പോയിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ അയാളുടെ അടുത്ത് പൈസ വാങ്ങിക്കുന്ന പോലെ. അതായത് when the probability and frequency of a desirable behavior, ഒരു നമ്മൾ ആഗ്രഹിക്കുന്ന ബിഹേവിയറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു അതിന്റെ സാധ്യത കൂടുതലാണെങ്കിൽ, അതിലേക്ക് എത്താനുള്ള സാധ്യത കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ആ പ്രവൃത്തി ഉണ്ടാവാൻ സാധ്യത കൂടുന്നു എന്നുള്ളതാണ്. ലേണിംഗ് ആ സമയത്ത് എന്ത് ചെയ്യുന്നു? പഠനം നടക്കുന്നു. If a desirable response is occurred, then it has to be reinforced by way of praise or rewards. If a desirable response is occurred,
then it has to be reinforced by way of price or reward. ഇത് ഇവിടെ എന്താണ് പറയുന്നത്? റീഇൻഫോഴ്സിനെ കണക്കാക്കുന്നത് പ്രൈസ് ഓർ റിവാർഡ്സ് എന്നുള്ള രീതിയിലാണ്. ഓക്കെ, ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുന്നു? ആ വ്യക്തിക്ക് വീണ്ടും ആ പ്രവൃത്തി സംഭവിക്കുന്നു, അല്ലെങ്കിൽ ആ പ്രവൃത്തി വീണ്ടും ചെയ്യാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുന്ന, ഒരു പ്രചോദനം ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് റിപ്പിറ്റേഷൻ ഓഫ് എ റെസ്പോൺസ് ദാറ്റ് ഇൻക്രീസസ് ദി സ്ട്രെങ്ത് ഓഫ് റെസ്പോൺസ്. It is the frequency of repetition of a response that increases the strength of responses. Okay, എന്താ ഇവിടെ പറയുന്നത്? It is the frequency of repetition of response. റെസ്പോൺസ് റിപ്പീറ്റ് ചെയ്ത് വരാനുള്ള സാധ്യത കൂടുതലാണെങ്കിൽ, അതിന്റെ ഫ്രീക്വൻസി തവണകൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുന്നു? റെസ്പോൺസിന്റെ സ്ട്രെങ്ത്തും കൂടുന്നു എന്നുള്ളതാണ്. പ്രവർത്തിക്കും സാധ്യത കൂടുന്നു. ഇതെല്ലാം മറ്റൊരു രീതിയിൽ ചോദിക്കുന്നത് എന്നുള്ളതിന്റെ ആശയം എല്ലാം സെയിം തന്നെയാണ്. ഇഫ് എ ബിഹേവിയർ അല്ലെങ്കിൽ റെസ്പോൺസ് ഈസ് റിപ്പീറ്റഡ് അഗൈൻ ആൻഡ് അഗൈൻ, ഇറ്റ് ഈസ് എ സ്ട്രോങ് ബിഹേവിയർ. അതായത് ഇത് പിന്നീട് എന്ത് ചെയ്യുന്നു? ഹാബിറ്റിലേക്ക് മാറുന്നു. അത് വീണ്ടും 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 അത് ആവർത്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ അത് ഹാബിറ്റിലേക്ക് മാറുന്നു. അത് ഹാബിറ്റ് ആണ് പിന്നീടിലേക്ക് ഇതിലേക്ക് എത്തുന്നത്. അതാണ് ഇവിടെ ഒരു സ്റ്റേജിലൂടെ, 3 സ്റ്റേജിലൂടെ നമുക്ക് വ്യക്തമാക്കി തന്നത്. ഇഫ് എ ബിഹേവിയർ ഈസ് റിപ്പീറ്റഡ് അഗൈൻ ആൻഡ് അഗൈൻ, it is a stronger behavior. If desirable response is occurred, then it has to be reinforced by price or rewards. It is the frequency of repetition of a response that increases the strength of a response. If a behavior response is repeated again and again, it is a strong behavior. ഹാബിറ്റിലേക്ക് ചേഞ്ച് ചെയ്യുന്നു, പ്രവൃത്തി ഹാബിറ്റിലേക്ക് ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. എന്താണ് അടുത്തൊരു രീതിയിൽ പറയുന്നത്? റീഇൻഫോഴ്സ്മെന്റ് ഈസ് എ പ്രോസസ് ഓഫ് ഇൻക്രീസിംഗ് ദ ഫ്രീക്വൻസി ഓഫ് എ റെസ്പോൺസ്. Reinforcement is a process of increasing the frequency of a response. റെസ്പോൺസിന്റെ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു വസ്തുതയാണ്, അല്ലെങ്കിൽ ഒരു പ്രോസസ്സിനെയാണെന്ന് പറയുന്നത് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ബിഹേവിയറിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സാണ് എന്ന് പറയുന്നത് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ സ്വഭാവം നന്നാക്കി എടുക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്ന് പറയുന്നത് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ഇതിലൂടെ പറഞ്ഞു തരുന്നത്. ഹ്യൂമൻ സൈക്കോളജി ഈസ് ബേസ്ഡ് ഓൺ ദി ഓവേർട്ട് ബിഹേവിയർ ഓഫ് ലേണർ, നോട്ട് കവേർട്ട് ബിഹേവിയർ. ഹ്യൂമൻ സൈക്കോളജി ഈസ് ബേസ്ഡ് ഓൺ ദി ഓവേർട്ട് ബിഹേവിയർ, ഇന്റേണൽ ബിഹേവിയർ, എക്സ്റ്റേണൽ ബിഹേവിയറിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്, നോട്ട് കവേർട്ട് ബിഹേവിയർ, ഇന്റേണൽ ബിഹേവിയറിനെ അല്ല. Then stimulus is not essential for a response to occur. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം, stimulus is not essential for a response to occur. ഈ BF സ്കിന്നറുടെ തിയറി പ്രകാരം പറയുന്നത് സ്റ്റിമുലസിന് വളരെ എസെൻഷ്യൽ അല്ല, ഇമ്പോർട്ടന്റ് ഉള്ളതല്ല, പ്രാധാന്യമുള്ളതല്ല. A learner need not wait for the environment for a stimulus in order to make response. Instead, the learner operates upon the environment. Stimulus is not essential for a response, but ഇവിടെ എസെൻഷ്യൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഏതിനെയാണ്? റെസ്പോൺസിനെയാണ്. ഓക്കെ, സ്റ്റിമുലസിനെ അല്ല, റെസ്പോൺസിനെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. The relation in classical conditioning of Pavlov is between stimulus and response, but in operant conditioning the relation is between response and stimulus. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ പാവ്ലോവിന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ എന്താ പറയുന്നത്? പിന്നെ എന്താണ്? സ്റ്റിമുലസ് റെസ്പോൺസ് ആണ്. ഇവിടെ ഓപ്പറന്റ് കണ്ടീഷനിങ്ങിൽ എന്താ പറയുന്നത്? റെസ്പോൺസ് സ്റ്റിമുലസ് എന്നുള്ളതാണ്. ഓക്കെ, ഇതിനെ എന്താണ് പറയുന്നത്? സ്റ്റിമുലസ് റെസ്പോൺസിനെ എസ് ടൈപ്പ് എന്നുള്ളതും ഇതിനെ ആർ ടൈപ്പ് എന്നുള്ളതുമാണ് പറയുന്നത്. ആർ ടൈപ്പ് കണ്ടീഷനിങ്, എസ് ടൈപ്പ് കണ്ടീഷനിങ്. എ ലേണർ ഹാസ് ടു reinforce the response, not the stimulus. ഓക്കെ, എന്താണ് പറഞ്ഞത്? Reinforcement occurs through repetition of behavior. Reinforcement occurs through repetition of behavior. In stimulus response relationship or classical conditioning, in stimulus response relationship എന്ന് പറയുന്നത് classical condition ആണ്. The behavior changes is measured by its strength എന്നുള്ളതാണ്. behavior ചേഞ്ച് ചെയ്യുന്നത് ഇതിന്റെ strength അനുസരിച്ച്. But in response stimulus relationship, that means operant conditioning, the behavioral change is measured by the frequency of repetition of such behavior എന്നുള്ളതാണ്. എത്ര തവണ അത് ആവർത്തിച്ചു എന്നതിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ മെഷർ ചെയ്യപ്പെടുന്നത്. മറ്റേത് എന്താണ്? പിന്നെ സ്ട്രെങ്ത് ആണ്, അതിന്റെ ബലത്തിനനുസരിച്ചാണ്, എത്രത്തോളം ബലത്തിനനുസരിച്ചാണ് അതിനെ പ്രബലനം എന്നുള്ളതാണ് പറയുന്നത്. പ്രബലപ്പെടുത്തുന്നത്, എത്ര തവണകളായി പ്രബലപ്പെടുത്തുന്നു എന്നുള്ളതിനനുസരിച്ചാണ്. വേർ ക്ലാസിക്കൽ കണ്ടീഷൻ ഈസ് കോൾഡ് എസ് ടൈപ്പ് കണ്ടീഷനിങ്, S means stimulus. Operant condition is called R type conditioning. R means response എന്നുള്ളതാണ്. The next, it is through response. It is through response or response is instrumental for securing reinforcement.
So it is also called instrumental conditioning. Okay, B.F. Skinnerന്റെ ഓപ്പറന്റ് കണ്ടീഷനിങ്ങുമായി ബന്ധപ്പെട്ട് മറ്റൊന്ന് ആശയം പറഞ്ഞതാണ് ഏത്? It is through response. It is through response എന്നുള്ളതാണ്. Or response is instrumental. Instrumental എന്ന് പറയുന്നത് ഇവിടുത്തെ തിയറി പ്രകാരം പറഞ്ഞിട്ടുള്ള എന്താണ്? ഒരു പെഡലിൽ ചവിട്ടുമ്പോൾ ഉണ്ടാകുന്ന പിന്നെ പെഡലിൽ ചവിട്ടുക വഴി ഉണ്ടാകുന്നതാണ് എന്ന് പറയുന്നത് പിന്നെ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്, കിട്ടുന്ന ഫുഡ് എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ പെഡൽ ഓപ്പറേറ്റ് ചെയ്യുകയും പെഡൽ എന്നുള്ള ഇൻസ്ട്രുമെന്റും ഓപ്പറേഷൻ എന്നുള്ള പ്രവൃത്തിയും ഇൻസ്ട്രുമെന്റും ത്രൂയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? റീഇൻഫോഴ്സ്മെന്റ് കിട്ടുന്നത്, നമുക്ക് എന്ത് ചെയ്യുന്നത്? ഫുഡ് കിട്ടുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു ആശയം ആയതുകൊണ്ട് തന്നെ ഇതിന് എന്ത് പേര് വിളിക്കുന്നു? ഇൻസ്ട്രുമെന്റൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. നമ്മൾ ആ എക്സ്പെരിമെന്റ് ഓർത്താൽ മതി. പിന്നെ B.F. സ്കിന്നറുടെ എക്സ്പെരിമെന്റ് പറയുന്നത് എന്താണ്? ഓപ്പറേഷൻ ആണ്. ഓപ്പറന്റ് കണ്ടീഷനിങ് പറയുന്നത് എന്താണ്? പ്രവർത്തനത്തിന് ഇത് കൊടുക്കുന്നു, അപ്പോൾ റെസ്പോൺസ് എന്നുള്ളതാണ്. ആ റെസ്പോൺസ് ഏതിലൂടെയും കൂടിയാണ് കൊടുക്കുന്നത്? ആ ഇൻസ്ട്രുമെന്റിൽ ടച്ച് ചെയ്യുക വഴി. പ്രവൃത്തിയും ഇൻസ്ട്രുമെന്റിൽ ടച്ച് ചെയ്യുകയും വഴിയാണ് ഫുഡ് കിട്ടുന്നത്, അതായത് റീഇൻഫോഴ്സ്മെന്റ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് എന്തെന്ന് പറയുന്നു? ഇൻസ്ട്രുമെന്റൽ കണ്ടീഷനിങ് എന്നുള്ള രീതിയിലും കൂടി ഇതിനെ മെൻഷൻ ചെയ്തു. There are two types of responses. One elicited response, second one emitted responses എന്നുള്ളതാണ്. അപ്പൊ രണ്ട് തരത്തിലുള്ള റെസ്പോൺസ് ഓപ്പറന്റ് കണ്ടീഷനിങ്ങിൽ B.F. സ്കിന്നറുടെ തിയറിയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണ് നിങ്ങൾ ഇങ്ങനെ തന്നെ കൺസിഡർ ചെയ്ത് പഠിച്ചാൽ മതി, വേറെ ഒന്നും തന്നെയല്ല. പിന്നെ ഏതാണ്? There are two types of responses. One is elicited responses, then second one is emitted responses. Elicited responses is caused by non-stimulus എന്നുള്ളതാണ്. അറിയുന്ന സ്റ്റിമുലസിനെയാണ് എന്ന് പറയുന്നത് എലിസിറ്റഡ് റെസ്പോൺസസ് എന്ന് പറയുന്നത്. എമിറ്റഡ് റെസ്പോൺസസ് എന്ന് പറഞ്ഞാൽ അൺനോൺ സ്റ്റിമുലസ് എന്നുള്ളതാണ്. അത്രമാത്രം ഓർത്തു വെക്കുക. കോസ്ഡ് ബൈ അൺനോൺ സ്റ്റിമുലസ്, അത് അറിയാത്ത ഒരു സ്റ്റിമുലസിനാൽ എന്ത് ചെയ്യുന്നു? പിന്നെ റെസ്പോൺസ് ഉണ്ടാവുന്നു. മറ്റേത് എന്താണ്? അറിയുന്ന ഒരു സ്റ്റിമുലസിനാൽ എന്ത് ചെയ്യുന്നു? റെസ്പോൺസ് ഉണ്ടാവുന്നു. അപ്പോൾ എലിസിറ്റഡ് എന്ന് പറയുന്നത് അറിയുന്ന ഒരു സ്റ്റിമുലസ് കാരണം റെസ്പോൺസ് ഉണ്ടാവുന്നു. എമിറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാത്ത ഒരു സ്റ്റിമുലസ് കാരണം റെസ്പോൺസ് ഉണ്ടാവുന്നു. അപ്പോൾ ഇതാണ് രണ്ട് തരത്തിലുള്ള റെസ്പോൺസ് ആയിട്ട് B.F. സ്കിന്നറിൽ എടുത്ത് പഠിക്കാൻ നമുക്കുള്ളത്. ഓക്കെ, അടുത്ത എന്താണ്? ഇൻ എലിസിറ്റഡ് റെസ്പോൺസ് എൻവയോൺമെന്റൽ ആക്ട്സ് upon the behavior of learner, but in emitted response behavior of a learner operates upon the environment to generate responses. The next one, the process of operant conditioning involve 4 operations എന്നുള്ളത് നമ്മൾ ഓർത്തു വെക്കണം. 4 ഓപ്പറേഷൻസിനെ കുറിച്ച് മാത്രം നിങ്ങൾ നിർബന്ധമായിട്ടും ഓർത്തു വെക്കുക. അപ്പോൾ പിന്നെ B.F. സ്കിന്നറുടേതാണ് ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് ഓർത്തു വെക്കുക. ഈ B.F. സ്കിന്നറുടെ എലിയിൽ നടത്തിയിട്ടുള്ള പരീക്ഷണം ഓപ്പറേഷനും പിന്നെ അതുകൂടാതെ തന്നെ ഇൻസ്ട്രുമെന്റും ഓപ്പറേഷനും വഴി റീഇൻഫോഴ്സ്മെന്റ് ലഭിക്കുന്നു. അപ്പോൾ റെസ്പോൺസ് ത്രൂ, ഈ റെസ്പോൺസ് എന്നുള്ളത് പിന്നെ ഓപ്പറേഷനും ഇൻസ്ട്രുമെന്റിലൂടെ നടക്കുന്ന ആ ഒരു പിന്നെ പ്രവൃത്തിയെ റെസ്പോൺസ് എന്നുള്ള രീതിയിലേക്ക് കാണുന്നു. റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് കിട്ടുന്ന ഫുഡിനെയാണ്. ഓക്കെ, റീഇൻഫോഴ്സ്മെന്റ്, റെസ്പോൺസ്, റീഇൻഫോഴ്സ്മെന്റ്. ഓക്കെ, ദെൻ ഇതുകൊണ്ട് അതിലൂടെ തന്നെ മറ്റൊരു പോയിന്റ്സ് നമ്മൾ ഓർത്തു വെക്കേണ്ടതായിട്ടുള്ളത് there are two types of responses എന്നുള്ളതാണ്. എലിസിറ്റഡ് റെസ്പോൺസ്, എമിറ്റഡ് റെസ്പോൺസ് എന്നുള്ളതാണ്. Then the third one നമ്മൾ ഓർത്തു വെക്കാനുള്ളത് the process of operant conditioning involves 4 operations എന്നുള്ളതാണ്. Then 4 operations എന്നുള്ളതാണ്. 4 തരത്തിലുള്ള ഓപ്പറേഷൻസിനെ കുറിച്ചാണ് അദ്ദേഹം എടുത്ത് പറയുന്നത്. ആ പേരുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഓർത്തു വെക്കുക. ഒന്ന് ഷേപ്പിംഗ്, ഒന്ന് എക്സ്റ്റിങ്ഷൻ, ഒന്ന് സ്പോണ്ടേനിയസ് റിക്കവറി, മറ്റൊന്ന് റീഇൻഫോഴ്സ്മെന്റ്. ഈ 4 പിന്നെ ഓപ്പറേഷൻസുകളാണ് എന്ത് ചെയ്യുന്നത്? ഓപ്പറന്റ് കണ്ടീഷനിങ്ങിൽ അദ്ദേഹം എടുത്ത് പറയുന്നത്. ഇതിന്റെ പിന്നെ ഓപ്പറന്റ് കണ്ടീഷനിങ്ങിൽ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് എടുത്ത് പറയുന്നത്, ആ പ്രവൃത്തി നടക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്ത് പറയുന്ന 4 കാര്യങ്ങളാണ്, പ്രോസസ്സുകളാണ്. ഏതൊക്കെയാണ്? ഷേപ്പിംഗ്, എക്സ്റ്റിങ്ഷൻ, സ്പോണ്ടേനിയസ് റിക്കവറി, റീഇൻഫോഴ്സ്മെന്റ്. The next important ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് എന്ന് പറയുന്നത് there are 3 types of reinforcement എന്നുള്ളതാണ്. മറ്റൊരു പോയിന്റ്സ് എടുത്ത് പറയുന്നതാണ്. മൂന്ന് തരത്തിലുള്ള റീഇൻഫോഴ്സ്മെന്റുകളെ കുറിച്ചാണ് ഇതിലെടുത്ത് നമ്മളോട് ചോദിച്ചു കാണുന്നത്. അപ്പോൾ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്നും നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്നും മറ്റൊന്ന് പണിഷർ എന്നുള്ളതാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഏതൊക്കെയാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, മറ്റൊന്ന് പണിഷർ. അപ്പോൾ എന്താണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സ്റ്റിമുലസ് വിച്ച് ഇൻക്രീസസ് ദി പ്രോബബിലിറ്റി ഓഫ് ദി ഒക്കറൻസ് ഓഫ് എനി ബിഹേവിയർ. ഓക്കെ, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ എ സ്റ്റിമുലസ്, ഏതൊരു സ്റ്റിമുലസിനെയും പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആയിട്ട് പറയാം. എങ്ങനെയുള്ള സ്റ്റിമുലസ്? ഇൻക്രീസസ് ദ പ്രോബബിലിറ്റി ഓഫ് ദി ഒക്കറൻസ്, അത് സംഭവിക്കാനുള്ള സാധ്യത കൂടുതൽ, ആ ബിഹേവിയർ, അത്തരത്തിലുള്ള ബിഹേവിയർ സംഭവിക്കാനുള്ള സാധ്യത കൂടുതൽ പിന്നെ കൂടിക്കൊണ്ടിരിക്കുന്ന ഏത് തരത്തിലുള്ള സ്റ്റിമുലസിനെയും എന്തായിട്ട് കണക്കാക്കാം? പിന്നെ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആയിട്ട് കണക്കാക്കാം. എ സ്റ്റിമുലസ് വിച്ച് ഇൻക്രീസസ് the probability of the occurrence of any behavior,
ഉദാഹരണത്തിന് എന്താണ് പ്രൈസ് എ സ്റ്റുഡന്റ് ഫോർ കംപ്ലീറ്റിംഗ് ദി അഗെയിൻസ്റ്റ് ഇൻ ടൈം അസൈൻമെന്റ്സ് ഇൻ ടൈം സമയത്തിന് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നതിന് കുട്ടികൾ എന്ത് ചെയ്യുന്നു പ്രൈസ് ചെയ്യുന്നു പിന്നെ ഉയർത്തി കാണിക്കുന്നു അല്ലെങ്കിൽ പിന്നെ ആ സ്ഥാപനത്തിൽ ആ കുട്ടികൾക്കിടയിൽ നല്ല സ്ഥാനം കൽപ്പിക്കുന്നു. അപ്പോൾ അതെന്താണ് ഒരു പ്രൈസ് ആണ്. പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുട്ടികളുടെ ആ പ്രവൃത്തി വീണ്ടും വീണ്ടും ആവർത്തിക്കാനുള്ള സാധ്യത കൂടുകയാണ്. അതായത് കുട്ടിക്ക് ബെനിഫിറ്റ് ലഭിക്കുകയും അതേപോലെ തന്നെ കുട്ടിയുടെ എസ്റ്റീം ഡെവലപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ളതിനെയാണ് എന്ന് പറയുന്നത് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. എ സ്റ്റിമുലസ് വിച്ച് ഇൻക്രീസസ് ദി പ്രോബബിലിറ്റി ഓഫ് ദി ഒക്കറൻസ് ഓഫ് എനി ബിഹേവിയർ. ആ കുട്ടി ചെയ്ത ആ പ്രവൃത്തി വീണ്ടും ആ കുട്ടിക്ക് ചെയ്യാൻ പ്രേരണ ലഭിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ളതിനെയാണ് എന്ന് പറയുന്നത് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന്. എന്നാൽ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ സ്റ്റിമുലസ് ദാറ്റ് കോസസ് റിമൂവൽ ഓഫ് സംതിങ്. A stimulus that causes removal of something. They thereby increase the probability of occurrence of any behavior. It strengthens a behavior by removing something unpleasant എന്നുള്ളതാണ്. ഓക്കെ, ഒരു അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു പ്രവൃത്തി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് എ ടീച്ചർ മേക്സ് ലൗഡ് നോയ്സ് ഇൻ ദ ക്ലാസ് to invite the attention of the learner. When a student tells a lie for coming late in the class, the teacher condemns or disapproves it. Okay, late ആയിട്ട് ക്ലാസ്സിൽ വരുന്നതിന് വേണ്ടിയിട്ട് അതിനെ ഡിസപ്രൂവ് ചെയ്യുക, അത് അംഗീകരിക്കാതിരിക്കുക, അതിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക, അതെന്താണ്? പിന്നെ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ്. ലൗഡ് ആയിട്ട് നോയ്സ് ഉണ്ടാക്കുക, ക്ലാസ്സിലെ കുട്ടികൾ എന്തെങ്കിലും ഇത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ലൗഡ് നോയ്സ് ഉണ്ടാക്കുക, അപ്പൊ ജനറൽ ആയിട്ട് വരും. എന്നാലും നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന എ സ്റ്റിമുലസ് ദാറ്റ് കോസസ് റിമൂവൽ ഓഫ് സംതിങ് എന്നുള്ളതാണ്. ചിലത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു സ്റ്റിമുലസിനെയാണ് എന്ന് പറയുന്നത് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. പണിഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ സ്റ്റിമുലസ് ദാറ്റ് ഡിക്രീസസ് ദി പ്രോബബിലിറ്റി ഓഫ് എ റെസ്പോൺസ് ടു ഒക്കർ. പണിഷർ ഫോളോസ് റെസ്പോൺസ്. There are two types of punisher, positive punishment and negative punishment. A stimulus that decreases the probability of response to occur. A stimulus that decreases the probability of a response to occur. ഒരു റെസ്പോൺസ് ഉണ്ടാവാനുള്ള സാധ്യത കുറയ്ക്കുന്ന തരത്തിലുള്ള സ്റ്റിമുലസിനെയാണ് എന്ന് പറയുന്നത് പണിഷർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു റെസ്പോൺസ് ഉണ്ടാവാനുള്ള സാധ്യത കുറയ്ക്കുന്ന തരത്തിലുള്ള സ്റ്റിമുലസിനെയാണ് എന്ന് പറയുന്നത് പണിഷ്മെന്റ് അല്ലെങ്കിൽ പണിഷർ എന്ന് പറയുന്നത്. There are two types of punisher എന്ന് പറയുന്നത് പോസിറ്റീവ് പണിഷ്മെന്റ് ആൻഡ് നെഗറ്റീവ് പണിഷ്മെന്റ്. എന്താണ് പോസിറ്റീവ് പണിഷ്മെന്റ്? പോസിറ്റീവ് പണിഷ്മെന്റ് is the representation of something unpleasant to decrease an undesired response. ഉദാഹരണത്തിന് ടീച്ചർ imposes fine to the latecomers. In positive punishment, something is added in the stimulus. In teacher imposes fine to latecomers. Fine കൊടുക്കുക അല്ലെ, ഫൈൻ കൊടുക്കുക, പിന്നെ ലേറ്റ് ആയിട്ട് വരുന്നവർക്ക് ഫൈൻ കൊടുക്കുന്ന അല്ലെങ്കിൽ ഇമ്പോസിഷൻ കൊടുക്കുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൊടുക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത് പോസിറ്റീവ് പണിഷ്മെന്റ് എന്ന് പറയുന്നത്. പോസിറ്റീവ് പണിഷ്മെന്റിൽ ഇത്ര മാത്രമേ ഉള്ളൂ, കുട്ടികൾക്ക് അതിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ടാവുന്ന തരത്തിലുള്ളതിനെയാണ് എന്ന് പറയുന്നത് പോസിറ്റീവ് പണിഷ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അവർക്ക് അതൊരു പണിഷ്മെന്റ് ആവുകയും ചെയ്യും, എന്നാൽ ആ കുട്ടികൾക്ക് അത് അനുഭവിക്കുന്ന ആ വ്യക്തിക്ക് അതിൽ നിന്നും ഒരു ഗുണം ലഭിക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് അത്തരത്തിലുള്ള പണിഷ്മെന്റിനെയാണ് എന്ന് പറയുന്നത് പോസിറ്റീവ് പണിഷ്മെന്റ് എന്ന് പറയുന്നത്. എന്നാൽ നെഗറ്റീവ് പണിഷ്മെന്റ് ഇത്തരത്തിലുള്ള ഒരു ഗുണം കുട്ടികൾക്ക് ലഭിക്കുന്നില്ല, മറിച്ച് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രയാസം അനുഭവപ്പെടുകയും ചെയ്യുന്നു. നെഗറ്റീവ് പണിഷ്മെന്റ് is the removal of something pleasant to weaken the behavior. The teacher did not give attendance for latecomers. In negative punishment, something is removed from the stimulus. ചില കാര്യങ്ങൾ ഒഴിവാക്കുന്നു എന്നുള്ളതിനെയാണ് പറയുന്നത് പിന്നെ നെഗറ്റീവ് പണിഷ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ അറ്റൻഡൻസ് റിമൂവ് ചെയ്യുന്നതിനെയാണ് പറയുന്നത് നെഗറ്റീവ് പണിഷ്മെന്റ് എന്ന് പറയുന്നത്. കുട്ടികൾക്ക് അത് എന്തുണ്ടാവില്ല, നെഗറ്റീവ് പണിഷ്മെന്റിൽ കുട്ടികൾക്ക് അതിൽ നിന്ന് നഷ്ടപ്പെടുകയും കൂടി ചെയ്യുന്നു. എന്നാൽ മറ്റേതിൽ എന്താണ്, ഇമ്പോസിഷൻ ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, പിന്നെ ഇമ്പോസിഷൻ ആയിട്ട് ഫൈൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്, കുട്ടികൾക്ക് ആ കാര്യം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനും കൂടി കഴിയുന്നു. ഓക്കെ, അത്തരത്തിലുള്ളതിനാണ് പോസിറ്റീവ് പണിഷ്മെന്റ്, ഇത്തരത്തിലുള്ളതിനെ നെഗറ്റീവ് പണിഷ്മെന്റ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഓക്കെ, കൈൻഡ്സ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ്. പലതരത്തിലുള്ള റീഇൻഫോഴ്സ്മെന്റ്, അതൊരു ചില എക്സാമ്പിൾസ് ബേസിൽ നമുക്കൊന്ന് നോക്കാം. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് ടീച്ചർ പ്രസന്റഡ് എ പെൻ ഫോർ എ സ്റ്റുഡന്റ് ഹു സ്റ്റുഡ് ഫസ്റ്റ് ഇൻ ദ ക്ലാസ് ടെസ്റ്റ്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്,
ഒരു പെണ്ണ് നൽകുക, ക്ലാസ്സിൽ ഫസ്റ്റ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് ഒരു പെണ്ണ് നൽകുക. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് ദ ടീച്ചർ ഡിസ്അപ്രൂവ്സ് ദ റീസൺ സ്റ്റേറ്റഡ് സ്റ്റുഡന്റ് ഫോർ കമ്മിങ് ലേറ്റ് ഇൻ ദി ക്ലാസ്. ഡിസ്അപ്രൂവ് ചെയ്യുക, ഓക്കെ, അത് അംഗീകരിക്കാതിരിക്കുക അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക, അത്തരത്തിലുള്ളതിനെയാണെന്ന് പറയുന്നത് പിന്നെ ലേറ്റ് ആയിട്ട് ക്ലാസ്സിൽ വരുന്നതിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക, അത്തരത്തിലുള്ളതിനെ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയും. പോസിറ്റീവ് പണിഷ്മെന്റ് എന്ന് പറയുന്നത് ടീച്ചർ ഇമ്പോസസ് ഫൈൻ ഓൺ ലേറ്റ് കമേഴ്സ്. ഇമ്പോസിഷൻ നൽകുക, കുട്ടികൾക്ക് അതിൽ നിന്നും ബെനിഫിറ്റ് ലഭിക്കുന്നത്. നെഗറ്റീവ് പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ ദ ടീച്ചർ ഡിഡ് നോട്ട് ഗീവ് അറ്റൻഡൻസ് ഫോർ ലേറ്റ് കമേഴ്സ്. അതിൽ കുട്ടികൾക്ക് നഷ്ടം തന്നെ വരുന്നു, അറ്റൻഡൻസ് കിട്ടാത്ത അവസ്ഥയിലേക്ക് നഷ്ടം തന്നെ വരുന്നു. ദെൻ ഷെഡ്യൂൾ ഓഫ് റീഇൻഫോഴ്സ്മെന്റ്. അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഷെഡ്യൂൾ ഓഫ് റീഇൻഫോഴ്സ്മെന്റ്. ടു ഗെറ്റ് എഫക്റ്റീവ് കണ്ടീഷനിങ്. ഓക്കെ, ഒരു പ്രോപ്പർ കണ്ടീഷനിങ് എന്താണെന്ന് നിങ്ങൾക്കറിയാം അല്ലെ? ബന്ധപ്പെടുത്തുക, റെസ്പോൺസിനെയും സ്റ്റിമുലസിനെയും തമ്മിൽ ഇടയിൽ ബന്ധപ്പെടുത്തുന്നതിനെയാണ് പറയുന്നത് കണ്ടീഷനിങ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ടു ഗെറ്റ് എഫക്റ്റീവ് കണ്ടീഷനിങ് ഓഫ് ദി റെസ്പോൺസ് ഓർ ബിഹേവിയർ ഓഫ് ലേണർ, സ്കിന്നർ പ്രൊപ്പോസ്ഡ് ഡിഫറെന്റ് ഷെഡ്യൂൾ ഓഫ് റീഇൻഫോഴ്സ്മെന്റ്. There are 5 schedules as narrated below. 5 തരത്തിലുള്ള ഷെഡ്യൂളുകളെ കുറിച്ചാണ് പിന്നെ റീഇൻഫോഴ്സ്മെന്റ് ഷെഡ്യൂളുകളെ കുറിച്ചാണ് പറയുന്നത്. ഓരോന്നും ഏതാണെന്ന് നിങ്ങൾ ഓർത്ത് വെക്കാൻ ശ്രമിക്കുക. ഒന്ന് കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെന്റ്. എന്താണ് കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ ദ ടീച്ചർ ഗിവ്സ് റീഇൻഫോഴ്സ്മെന്റ് ആഫ്റ്റർ എവരി കറക്റ്റ് റെസ്പോൺസസ്. ഓരോ കറക്റ്റ് ആയിട്ടുള്ള റെസ്പോൺസിനും അപ്പപ്പോ തന്നെ എന്ത് ചെയ്യുക, കുട്ടികൾക്ക് റീഇൻഫോഴ്സ്മെന്റ് നൽകുക, അല്ലെങ്കിൽ ഒരു പ്രചോദനം നൽകുക, ഒരു ഉയർച്ച നൽകുക, അല്ലെങ്കിൽ ഒരു അപ്രീസിയേഷൻ നൽകുക. ഓരോ പ്രവൃത്തി, ഓരോ റെസ്പോൺസ് ഉണ്ടാവുന്നതിനനുസരിച്ചും എന്ത് ചെയ്യുക, കുട്ടികൾക്ക് അതിനനുസരിച്ച് ഒരു അപ്രീസിയേഷൻ നൽകുക. ദെൻ എന്താണ് ഫിക്സ്ഡ് ഇന്റർവെൽ റീഇൻഫോഴ്സ്മെന്റ്. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ഇടവേളകളിൽ 5 മിനിറ്റിന് ഇടയിൽ അല്ലെങ്കിൽ 10 മിനിറ്റിന് ഇടയിൽ ഫിക്സ്ഡ് ഇന്റർവെൽ, ഒരു നിശ്ചിത സമയത്തിന് ഇടയിലായിട്ട് ദ ടീച്ചർ ഗിവ്സ് റീഇൻഫോഴ്സ്മെന്റ് ആഫ്റ്റർ എവറി 5 മിനിറ്റ്സ് ഓർ 10 മിനിറ്റ്സ്. ഫിക്സ്ഡ് ഇന്റർവെൽ ഓഫ് ടൈം, ഫിക്സ്ഡ് ടൈമിനെയാണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഫിക്സ്ഡ് റേഷ്യോ റീഇൻഫോഴ്സ്മെന്റ്. The teacher gives reinforcement after every 5 or 10 correct responses. 5 or 10 correct response. Fixed ratio in reinforcement എന്ന് പറയുന്നത് 5 or 10 correct response അനുസരിച്ച് റീഇൻഫോഴ്സ്മെന്റ് നൽകുക. മറ്റേതെന്താണ് 5 or 10 മിനിറ്റിനനുസരിച്ച് റീഇൻഫോഴ്സ്മെന്റ് നൽകുക. അത് ഇന്റർവെൽ ഓഫ് ടൈം എന്നുള്ളതാണ്. ഫിക്സ്ഡ് ഇന്റർവെൽ ഓഫ് ടൈം എന്നുള്ളതാണ്. ഇവിടെ ഫിക്സ്ഡ് ഇന്റർവെൽ ഓഫ് റെസ്പോൺസ് എന്നുള്ളതാണ്, അതായത് കറക്റ്റ് റെസ്പോൺസസ് എന്നുള്ളതാണ്. Then variable interval in reinforcement. എന്താണ് variable interval reinforcement എന്ന് പറഞ്ഞാൽ the teacher gives reinforcement at variable interval of time. Variable interval of time, not according to response എന്നുള്ളതാണ്. വേരിയബിൾ ഇന്റർവെൽ ഇൻ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് വേരി ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ 5 ആവാം, ചിലപ്പോൾ 10 ആവാം. പിന്നെ ചില സമയത്ത് 5, ചില സമയത്ത് 8, ചില സമയത്ത് 10, ചില സമയത്ത് 12. ആ ഒരു വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല, വേരിയബിൾ ആയിരിക്കും. അത്തരത്തിലുള്ളതിനെയാണ് വേരിയബിൾ ഇന്റർവെൽ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. അതും എന്തിനാണ്, ടൈമിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. മറ്റേത് എന്താണ്, ഫിക്സ്ഡ് ടൈം ഇന്റർവെൽ ആണ്. ഇത് വേരിയബിൾ ഇന്റർവെൽ റീഇൻഫോഴ്സ്മെന്റ് എന്നാണ്. Then variable ratio reinforcement. The teacher gives reinforcement at a variable number of responses. 5 or 10 എന്നുള്ള കറക്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഒരു ചിലപ്പം 2, 3 കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ 4 റെസ്പോൺസ് ഉണ്ടാകുമ്പോൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പം 10, 15 ഒക്കെ അങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു റേഷ്യോ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അത് വേരി ചെയ്തുകൊണ്ടിരിക്കും. അതിനൊരു പ്രത്യേകമായിട്ടുള്ള റേഷ്യോസ് ഒന്നും ഉണ്ടാവില്ല എന്നർത്ഥം. വേരിയബിൾ റേഷ്യോ ഇൻഫോഴ്സ്മെന്റ്. അപ്പോൾ 5 തരത്തിലുള്ള റീഇൻഫോഴ്സ്മെന്റ് ഷെഡ്യൂളുകളാണ് BF സ്കിന്നർ നമുക്ക് വേണ്ടിയിട്ട് മെൻഷൻ ചെയ്ത് തന്നിട്ടുള്ളത്. ഒന്ന് കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയും. ഓക്കെ, മറ്റൊന്ന് ഈ ഫിക്സ്ഡ് ഇന്റർവെൽ റീഇൻഫോഴ്സ്മെന്റ്, മറ്റൊന്ന് ഫിക്സ്ഡ് റേഷ്യോ റീഇൻഫോഴ്സ്മെന്റ്, പിന്നെ മറ്റൊന്ന് വേരിയബിൾ ഇന്റർവെൽ റീഇൻഫോഴ്സ്മെന്റ്, വേരിയബിൾ റേഷ്യോ റീഇൻഫോഴ്സ്മെന്റ്. ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഓക്കെ, ഡിഫറൻസ് ബിറ്റ്വീൻ ക്ലാസിക്കൽ കണ്ടീഷനിങ് ആൻഡ് ഓപ്പറന്റ് കണ്ടീഷനിങ്. ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്ലാസ്സുമായി ബന്ധപ്പെട്ടുള്ള സമ്മപ്പിലേക്ക് പോകാം. ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിന്റെയും ഓപ്പറന്റ് കണ്ടീഷനിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട ഡിഫറൻസുകൾ എന്തൊക്കെയാണെന്നുള്ളതും കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ കൂടി കിട്ടും. ഒന്ന് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ, ക്ലാസിക്കൽ കണ്ടീഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള പെട്രോവിച്ച് പാവ്ലോവിന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള എന്താണ്, സ്റ്റിമുലസ് ഓറിയന്റഡ് ആണ്, ഇതിന് റെസ്പോൺസ് ഓറിയന്റഡ് ആണ്. ഓപ്പൺ കണ്ടീഷനിങ് റെസ്പോൺസ് ഓറിയന്റഡ് ആണ്. ദെൻ ക്ലാസിക്കൽ കണ്ടീഷൻ സ്റ്റിമുലസ് റെസ്പോൺസ് കണക്ഷൻ ആണ്. സ്റ്റിമുലസ് റെസ്പോൺസ് കണക്ഷൻ ആണ്. ദെൻ ഇതില് റെസ്പോൺസ് സ്റ്റിമുലസ് കണക്ഷൻസ് ആണ്. ദെൻ പിന്നെ റെസ്പോൺസ് ഈസ് കണ്ടീഷൻഡ് ബൈ അൺകണ്ടീഷൻഡ് സ്റ്റിമുലൈ എന്നുള്ളതാണ്. റെസ്പോൺസ് ഈസ് കണ്ടീഷൻഡ് ബൈ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്നുള്ളതാണ് ക്ലാസിക്കൽ കണ്ടീഷനിൽ വരുന്നത്. റെസ്പോൺസ് കംസ് വോളണ്ടറി ഓർ ഈവൻ ഇൻ ദി ആബ്സെൻസ് ഓഫ് സ്റ്റിമുലസ്. അത് വോളണ്ടറി ആവാം, അല്ലെങ്കിൽ ആ സ്റ്റിമുലസ് ഇല്ലാതെയും എന്താവും, കണ്ടീഷൻഡ് ആവാം. ഓക്കെ, the next one, behavioral change is measured by the strength of response. Behavioral changes is measured by strength of
response. Here behavior change is measured by the frequency of occurrence of responses. Then reinforcement of stimulus, reinforcement of stimulus, reinforcement of response. Reinforcement of stimulus ആണ് classical condition, reinforcement of response ആണ് operant conditioning. Then ഈ പ്രാധാന്യം കൊടുക്കുന്ന stimulus substitution ആണ്. സ്റ്റിമുലസിന് ഇടയിൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, ബെൽ എന്നുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇവിടെ എന്താണ്? റെസ്പോൺസ് മോഡിഫിക്കേഷൻ ആണ്. ആ പ്രവൃത്തിക്കുള്ള ഒരു മോഡിഫിക്കേഷൻ നൽകുക എന്നുള്ളതാണ്, ആ പ്രവൃത്തിയെ മോഡിഫൈ ചെയ്യുക എന്നുള്ളതാണ് റെസ്പോൺസ് മോഡിഫിക്കേഷൻ എന്നുള്ളതാണ്. അതിനെ മോൾഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്, ആ ഒരു റെസ്പോൺസിനെ മോൾഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. തുടക്കത്തിൽ ആക്സിഡന്റലി വരികയും പിന്നീട് അത് ഡയറക്റ്റ് ലിവറിലേക്ക് പോയി തട്ടുകയും ചെയ്യുന്ന ആ തരത്തിലുള്ള ഒരു മോൾഡിംഗ് ആണ് അവിടെ ബിഹേവിയറിന് നടക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ എന്താണ്? സ്റ്റിമുലസിന് ഒരു ഇടയിൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുകയാണ്, ഒരു ബെൽ എന്നുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഒരു ഇടനിലക്കാരനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണക്ഷൻ ബിറ്റ്വീൻ നാച്ചുറൽ സ്റ്റിമുലസ് ആൻഡ് ന്യൂട്രൽ സ്റ്റിമുലസ് എന്നുള്ളതാണ്. കണക്ഷൻ ബിറ്റ്വീൻ റെസ്പോൺസ് ആൻഡ് റീഇൻഫോഴ്സ്മെന്റ് എന്നുള്ളതാണ്. ഓക്കെ, അവിടെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ എന്താണ്? കണക്ഷൻ ബിറ്റ്വീൻ നാച്ചുറൽ സ്റ്റിമുലസ് ആൻഡ് ന്യൂട്രൽ സ്റ്റിമുലസ്. നാച്ചുറൽ സ്റ്റിമുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ക്ലാസിക്കൽ കണ്ടീഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, സലൈവ ദെൻ ഫുഡ് എന്നുള്ള ആ രണ്ട് കാര്യങ്ങൾ അല്ലെ. നാച്ചുറൽ സ്റ്റിമുലസ്. ഇതിൽ ന്യൂട്രൽ സ്റ്റിമുലസ് എന്നുള്ളത് ബെല്ലടിക്കുക എന്നുള്ളത് ആ പ്രീ കണ്ടീഷനിങ്ങിൽ ന്യൂട്രലും കണ്ടീഷൻഡ് ആണെങ്കിൽ ആർട്ടിഫിഷ്യലുമായിട്ട് മാറുന്നു അല്ലെ. സ്റ്റിമുലസ് ന്യൂട്രല് പ്രീ കണ്ടീഷനിങ് ആണ്, കണ്ടീഷനിങ് നടക്കുക ഡ്യൂറിങ് കണ്ടീഷൻ ആണ്. ആഫ്റ്റർ കണ്ടീഷനിങ് ആണ് എന്ന് പറയുന്നത് ഏതെന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ സ്റ്റിമുലസ് എന്നുള്ള പേര് ഉപയോഗിക്കുന്നത്. ഇവിടെ ന്യൂട്രൽ സ്റ്റിമുലസ് എന്ന് പറയുന്നത് ഡ്യൂറിങ് കണ്ടീഷൻ എന്നുള്ളതാണ്. ഓക്കെ, ഡ്യൂറിങ് കണ്ടീഷന്റെ തൊട്ടടുത്തുള്ള സമയം. ഓക്കെ, ഇതാണ് നമ്മൾ ഒരു പിക്ചറൈസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു എക്സ്പെരിമെന്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്ലാസിക്കൽ കണ്ടീഷനിൽ ബെല്ലിനെയാണ്, രണ്ടിനും എന്താണ് റെസ്പോൺസ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് ഫുഡ് തന്നെയാണ്. ഓപ്പറന്റ് കണ്ടീഷനിൽ ലിവറിലെയാണ് ഓപ്പറേഷൻ എന്നുള്ളതാണ്, പ്രവർത്തനത്തിലും ലിവറും എന്നുള്ള ഇൻസ്ട്രുമെന്റിനുമാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയുമാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ക്ലാസിക്കൽ കണ്ടീഷനിങ് ഓപ്പറന്റ് കണ്ടീഷനിങ്. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് നിങ്ങളൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ മതി. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്ന് വളരെ ബേസ് ആയിട്ട് നമ്മളോട് ചോദിച്ചു കാണുന്നുള്ളൂ. എന്നിരുന്നാൽ കൂടിയും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകുമ്പോൾ നിങ്ങൾക്ക് ആ ആദ്യത്തെ പറയുന്ന ചെറിയ കാര്യങ്ങൾ എന്തായാലും നിങ്ങളിൽ ഓർമ്മയിൽ ഉണ്ടാവും. ചെറിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് BF സ്കിന്നർ ആണെന്ന് ഓർത്ത് വെക്കുക, ഒന്ന് ഓപ്പറന്റ് കണ്ടീഷനിങ് ആണെന്ന് ഓർത്ത് വെക്കുക, ഇതിൽ GBയെ കുറിച്ച് ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ ഡിഫറെന്റ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിലും എന്താണ് ബെല്ലിനെയാണ് ന്യൂട്രൽ എന്നുള്ളത് ഓർത്ത് വെക്കുക, ഇവിടെ ലിവറിനെയാണ് ഇൻസ്ട്രുമെന്റൽ എന്നുള്ളത് ഓർത്ത് വെക്കുക. റെസ്പോൺസ് എന്നുള്ളത് ആ വ്യക്തിനെ ആ എലിയിൽ ഉണ്ടാവുന്ന ഇച്ഛയാണ് അല്ലെങ്കിൽ ആഗ്രഹത്തെയാണ്. ആ ഇച്ഛയും ആ ഒരു ഇൻസ്ട്രുമെന്റും കൂടി ചേരുമ്പോൾ ഫുഡ് കിട്ടുന്നു എന്നുള്ള ആ പ്രോസസ്സിനെയാണ് എന്ന് പറയുന്നത് റെസ്പോൺസ് എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇങ്ങനെ കാര്യങ്ങളൊക്കെയാണ് ഇതിലൂടെ ഓർത്ത് വെക്കേണ്ടതായിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഒന്നും കൂടി റിവൈസ് ചെയ്ത് നിങ്ങൾ കാണുക. എന്നിട്ട് ഒന്നും കൂടി ഈ ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്യുക. എന്നിരുന്നാൽ കൂടി 2 തവണ നിങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിന് എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ കാറ്റഗറി 3 എക്സാംസിന് അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് 100% കഴിയുന്നതായിരിക്കും. നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. സ്കിന്നർ ക്ലാസിഫൈസ് റെസ്പോൺസസ് ആസ് ഡാഷ്. Skinner classifies responses as direct and indirect responses, weak and strong response, elicited response and emitted response. ഏതാണ് നമ്മൾ ചർച്ച ചെയ്താൽ overt response and covert response, elicited response and emitted responses, known and unknown responses. Then a student got excited when he got first prize in an school competition. Here excitement is response of which type എന്നുള്ളതാണ്. A student got excitement when he got first prize in an school competition. എന്താണ് elicited responses. A student got excitement when he got prize first prize in a school competition. ഈ ഓപ്ഷൻസിൽ elicited ആണ്, നോൺ റെസ്പോൺസ് എന്നുള്ളതാണ്, അറിയുന്ന റെസ്പോൺസ് ആണ്. A reinforcer is anything that strengthens a desired behavior. The removal of anything which increases the probability of response to occur. A stimulus that decreases the possibility of the response to occur. Anything, reinforcer എന്ന് പറയുന്നത് anything that is strengthens and desired behavior എന്നാണോ, the removal of anything which increases the probability of responses to occur എന്നുള്ളതാണോ, a stimulus that decreases the probability of the response to occur എന്നുള്ളതാണോ, എല്ലാമാണ്, all of the above. If a teacher gives additional 2 marks for good handwriting, it is a teacher
gives additional 2 marks for good handwriting. It is positive reinforcer, negative reinforcer, then positive punishment, negative punishment. ഏതാണ്? Positive reinforcer. The next one, the teacher did not give attendance for latecomers. It is type of, what type? The teacher did not give attendance for latecomers. It is type of positive punisher ആണോ, punishment ആണോ, negative positive reinforcer ആണോ? Negative punishment ആണോ, negative reinforcer ആണോ? ഏതാണ്? Negative punishment ആണ്. അതിന് നഷ്ടം കുട്ടിക്ക് അവിടെ സംഭവിക്കുന്നു. A teacher imposes fine over latecomers. It is a എന്താണ്? A teacher imposes fine over latecomers. Imposition നൽകുന്നു. Positive reinforcer ആണോ, negative reinforcer ആണോ? Positive punishment ആണോ, negative punishment ആണോ? ഏതാണ്? Positive punishment. The next one, if a teacher makes aware of the students of punishment for late coming. If a teacher makes aware of the students of punishment for late coming, it is ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എന്തിന്? ഇനി ലേറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ പണിഷ്മെന്റ് കിട്ടും എന്നുള്ളത് ബോധ്യപ്പെടുത്തുകയാണ്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ്, പോസിറ്റീവ് പണിഷ്മെന്റ് ആണോ, നെഗറ്റീവ് പണിഷ്മെന്റ് ആണ്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ്. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ്. A teacher repeatedly make loud noise in the class in order to attract the attention of students. This kind of a teacher repeatedly make loud noise in the class in order to attract the attention of students. ഏതാണ്? ഏതാ ഓപ്ഷൻസിൽ വരുന്നത്? Negative reinforcer. The next one, which of the following is an example of variable ratio reinforcement as stated by Skinner? Which of the following is an example of variable ratio reinforcement? Variable ratio of reinforcement. The teacher praises the students for giving every 5 answers correct. അതാണോ? The teacher praises the students after every 5 minutes. ആണോ? The teacher praises the students at a variable number of correct responses. ആണോ? The teacher praises the students for every correct answers. ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഏതാണ്? 3 ആണ്, C ആണ്. The teacher praises students at a variable number of correct response. Variable number of correct response. The next one, gambling or lottery games are good example of dash. Gambling or lottery games ഏതാണ്? Fixed interval reinforcement ആണോ, fixed ratio reinforcement ആണോ, variable interval reinforcement ആണോ, variable ratio reinforcement ആണോ? Variable ratio reinforcement എന്നുള്ളതാണ് ലോട്ടറി ഗെയിംസ് ആർ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതുവരെ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്താൻ ആഗ്രഹിച്ചിട്ടുള്ളത്. BF സ്കിന്നറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏവർക്കും ഈ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള പരമാവധി കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക. എല്ലാവർക്കും എക്സാമിൽ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. ഓൾ ദി വെരി ബെസ്റ്റ്.